സംഗീത പ്രേമികളുടെ മനസ്സിൽ പാട്ടിന്റെ കുളിർമഴ പെയ്യിച്ച റേഡിയോയ്ക്കുമുണ്ട് ഒരു ദിനം. റേഡിയോ മലയാളികളെ ഉറക്കമുണർത്തിയ കാലം വിദൂരമല്ല. ദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങളുടെ കടന്നുവരവിനിടയിൽ റേഡിയോ പുതുതലമുറയ്ക്ക് അന്യമാകുന്നുണ്ടെങ്കിലും റേഡിയോയിലെ വാർത്തകളും പാട്ടുകളും കേൾക്കുന്നത് വലിയൊരു വിഭാഗത്തിന്റെ ദിനചര്യയാണ് ഇന്നും. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായി ആചരിക്കുന്നത്. 1946 ഫെബ്രുവരി 13 ഐക്യരാഷ്ട്രസഭ റേഡിയോ സംരക്ഷണം ആരംഭിച്ചതിൻ്റെ ആദരവ് സൂചകമായാണ് ഇത്. 2013 നടന്ന യുനെസ്കോയുടെ സമ്മേളനത്തിലാണ് ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. യുദ്ധക്കെടുതിയിലും പ്രകൃതി ദുരന്തങ്ങളിലും ലോകം വലയുമ്പോൾ റേഡിയോ എന്ന കണ്ടുപിടുത്തം മനുഷ്യരാശി എത്രമാത്രം സഹായിച്ചിട്ടുണ്ടെന്ന് ഒന്ന് ഓർത്തു നോക്കൂ. ഒരു പക്ഷേ മനുഷ്യരെ ഇത്രയേറെ സ്വാധീനിച്ച ഒരു ഇലക്ട്രോണിക് ഉപകരണം വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ സന്ദേശങ്ങൾ കൈമാറാനും ലോകത്തിലുള്ള ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുവാനുമുള്ള ഏറ്റവും വില കുറഞ്ഞ ഒരു ഉപകരണമായിരുന്നു റേഡിയോ. 1927 ജൂലൈ 23 ഇന്ത്യയിൽ റേഡിയോ സംരക്ഷണം തുടങ്ങി. 1923 തന്നെ സംരക്ഷണം ആരംഭിച്ച റേഡിയോ ക്ലബ്ബുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 1936 ജൂൺ 8 ഓൾ ഇന്ത്യ റേഡിയോ പ്രവർത്തനം ആരംഭിച്ചു. 1956 മുതൽ ഇത് ആകാശവാണി എന്നറിയപ്പെടുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റേഡിയോ നെറ്റ്വർക്കാണ് ആകാശവാണിയുടേത്. പിന്നീട് ടെലിവിഷൻ വന്നതോടെ റേഡിയോ ശ്രോതാക്കളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നു തുടങ്ങി. അതിനൊരു മാറ്റം വന്നത് FM സ്റ്റേഷനുകളും സ്വകാര്യ FM ചാനലുകളും വന്നതോടെയാണ്. വളരെ മികച്ച ശബ്ദ പുനരാവിഷ്കാരം FMന്റെ പ്രത്യേകതയാണ്. വാൽവ് ഉപയോഗിച്ച് പ്രവർത്തിച്ച വലിയ റേഡിയോകൾ ട്രാൻസിസ്റ്ററിന്റെ വരവോടെ ചെറുതായി. ഇന്ന് മൊബൈലിലും ബ്ലൂടൂത്ത് സ്പീക്കറിലും ലഭ്യമായതോടെ ഇടക്കാലത്ത് മങ്ങിയ റേഡിയോ കൂടുതൽ സജീവമായി. ആകാശവാണിയിൽ ഇന്ത്യയിലുടനീളം സ്ഥിതി ചെയ്യുന്ന 414 സ്റ്റേഷനുകൾ ഉൾപ്പെടുന്നുണ്ട്. 23 ഭാഷകളിൽ ആകാശവാണി പ്രക്ഷേപണം നടത്തുന്നുണ്ട്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രക്ഷേപണ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ആകാശവാണി. ടെലിവിഷൻ വരുന്നത് വരെ റേഡിയോ ആയിരുന്നു രാജ്യത്തിൻ്റെ മുഴുവൻ വിനോദത്തിൻ്റെയും വിവരങ്ങളുടെയും പ്രധാന ഉറവിടം. നാടിൻ്റെ സാംസ്കാരിക പുരോഗതിയിൽ ചരിത്രത്തിൽ ശാസ്ത്രം നൽകിയ വലിയ സംഭാവനയായിരുന്നു റേഡിയോയുടെ കണ്ടുപിടുത്തം. റേഡിയോയുടെ പിതാവായി അറിയപ്പെടുന്നത് മാർക്കോണിയാണ്. എന്നാൽ 1920 ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ആംബ്രോസ് ഫ്ലെമിംഗ് താപ അയോണിക വാൽവ് കണ്ടുപിടിച്ചതോടെ പ്രഭാഷണങ്ങൾ വ്യക്തമായി പ്രക്ഷേപണം ചെയ്യാൻ സാധിച്ചു. ഇതോടെ ഒരു വിജ്ഞാന ഉപാധിയായി റേഡിയോയ്ക്ക് വളരാൻ സാധിച്ചു. ആദ്യകാലത്ത് വൻ പ്രചാരത്തിലുണ്ടായിരുന്നത് ക്രിസ്റ്റൽ റേഡിയോ ആയിരുന്നു. അത് പ്രവർത്തിക്കാൻ വൈദ്യുതിയോ ബാറ്ററിയോ വേണ്ടിയിരുന്നില്ല. പിന്നീടാണ് ട്രാൻസിസ്റ്റർ റേഡിയോകൾ വന്നത്. വ്യക്തികൾക്ക് സ്വന്തമായി റേഡിയോ പ്രക്ഷേപണം നടത്താനുള്ള അമച്വർ റേഡിയോ എന്നറിയപ്പെടുന്ന ഹാം റേഡിയോയും പിന്നീട് വന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ഉടൻ അർദ്ധരാത്രി ജവഹർലാൽ നെഹ്റു ആകാശവാണിയിലൂടെ നൽകിയ പ്രസംഗമാണ് വിധിയുമായി ഒരു കൂടിക്കാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത്. അന്ന് റേഡിയോയിലൂടെയാണ് രാജ്യം സ്വതന്ത്രമായ വാർത്ത ഇന്ത്യയിലെ ജനങ്ങൾ അറിഞ്ഞത്. അക്കാലത്ത് രാജ്യത്ത് ഒരു ടെലിവിഷൻ ട്രാൻസ്മിറ്റർ പോലും ഉണ്ടായിരുന്നില്ല. നിരവധി ആളുകൾ സ്വാതന്ത്ര്യലബ്ധി എന്ന ആ ചരിത്ര നിമിഷം റേഡിയോയിലൂടെയാണ് കേട്ടറിഞ്ഞത്. രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച മഹാത്മാഗാന്ധിയുടെ നിര്യാണവും ഇന്ത്യയിലെ ജനങ്ങൾ അറിഞ്ഞത് റേഡിയോയിലൂടെയായിരുന്നു. 1948 ഗാന്ധിജി കൊല്ലപ്പെട്ട വിവരം
ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ രാജ്യത്തെ അറിയിച്ചത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രകാശം നമ്മെ വിട്ടുപോയി, എങ്ങും ഇരുട്ട് മാത്രമെന്നായിരുന്നു നെഹ്റുവിൻ്റെ വാക്കുകൾ. The light has gone out of our lives and there is darkness everywhere. And I do not quite know what to tell you and how to say it. Our beloved leader, Bapu as we called him, the father of the nation, is no more. വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മാത്രമല്ല, കലകളുടെ പ്രോത്സാഹനവും റേഡിയോയുടെ ഉത്തരവാദിത്തമാണെന്ന് തെളിയിച്ച പരിപാടിയായിരുന്നു വാദ്യവൃന്ദ. 1952 അന്നത്തെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയായിരുന്ന BV കേസ്കർ ആണ് ഈ ആശയം കൊണ്ടുവന്നത്. സിത്താർ മാന്ത്രികൻ പണ്ഡിറ്റ് രവിശങ്കറിന് കീഴിൽ വാദ്യവൃന്ദത്തിന്റെ ഒരു യൂണിറ്റ് അദ്ദേഹം ഡൽഹിയിൽ സ്ഥാപിച്ചു. നിരവധി വാദ്യ കലാകാരന്മാർക്ക് അവസരം നൽകിയ പരിപാടിയായിരുന്നു ഇത്. PT പന്നാലാൽ ഘോഷ്, അനിൽ ബിശ്വാസ്, HL സെഹ്ഗാൾ, TK ജയറാം അയ്യർ എന്നിവരുൾപ്പെടെ ഇന്ത്യയിലെ ശാസ്ത്രീയ സംഗീത രംഗത്തെ പല പ്രമുഖരും ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യയുടെ ദേശീയ ഗാനമായ വന്ദേ മാതരത്തിന്റെ ആലാപനമായിരുന്നു ഇതിൽ ഏറ്റവും മികച്ച പ്രക്ഷേപണങ്ങളിലൊന്ന്. ആധുനിക സാങ്കേതിക വിദ്യകൾക്ക് ലോകം വഴിമാറിയപ്പോൾ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പെരുകിയെങ്കിലും ഇന്നും റേഡിയോ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നിരവധി ജനങ്ങളുണ്ട്.